മുൻകാലങ്ങളിൽ ഞാൻ ഇതായിരുന്നു LDF ആയിരുന്നു. ഇപ്പോഴാണ് മാറിയത്. ഭരണം കണ്ടതിന് ശേഷമാണ് മാറിയത്. പക്ഷേ മൊത്തത്തിൽ എനിക്ക് BJP വരണമെന്നാണ് ആഗ്രഹം. രണ്ട് ഭരണവും കണ്ട് മതിയായി കിടക്കുക. BJP വരണമെന്നാണ് ആഗ്രഹം. അവർ തന്നെ വരും. നമ്മൾ ജീവിക്കാനുള്ള വക തരണമെങ്കിൽ ജോലി ചെയ്യാൻ പോകണം. നമ്മൾ ജോലി ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും. എല്ലാവരും മാറി മാറി ഭരിക്കുന്നു പോകുന്നു. ജനങ്ങൾക്കൊരു നേട്ടവും ഇല്ല. കരുനാഗപ്പള്ളിയിൽ എന്തെങ്കിലും പുതിയ LDF UDF അല്ലാതെ വല്ല മാറ്റം ഉണ്ടാവുമോ? എന്തായാലും രണ്ടുപേരും ഭരിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇനി മൂന്നാമത് ഒരാളും കൂടെ വന്ന് ഭരിച്ച് നോക്കട്ടെ എന്താ മാറ്റമെന്ന് അറിയാമല്ലോ. മുൻകാലങ്ങളിൽ വോട്ട് ചെയ്യുന്നത് LDF UDF ആയിരുന്നല്ലോ. BJPക്ക് ഇപ്പോൾ BJPക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇനിയും പ്രതീക്ഷ സാധനങ്ങൾക്കൊക്കെ വില കുറയും? അവർ വന്നു കഴിഞ്ഞാൽ വല്ല മാറ്റം ഉണ്ടാവും? വന്നു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പേ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറയുന്നതല്ലല്ലോ നടക്കുന്നത്. ഇപ്രാവശ്യത്തെ ഇലക്ഷന് എന്താണ് ഇവിടെ കരുനാഗപ്പള്ളി സംഭവിക്കാൻ പോകുന്നത്? കരുനാഗപ്പള്ളിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മൊത്തത്തിൽ എനിക്ക് BJP വരണമെന്നാണ് ആഗ്രഹം. രണ്ട് ഭരണവും കണ്ട് മതിയായി കിടക്കുക. BJP വരണമെന്നാണ് ആഗ്രഹം. അവർ തന്നെ വരണം. മുൻകാലങ്ങളിൽ ആർക്കായിരുന്നു വോട്ട് ചെയ്തത്? മറ്റു പാർട്ടിക്കാരുന്നായിരുന്നോ? മുൻകാലങ്ങളിൽ ഞാൻ ഇതായിരുന്നു LDF ആയിരുന്നു. ഇപ്പോഴാണ് മാറിയത്. ഭരണം കണ്ടതിന് ശേഷമാണ് മാറിയത്. BJPയുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം കണ്ടാണോ ഈ മാറ്റം ഉണ്ടായത്? അതെ തീർച്ചയായിട്ടും. അതുപോലൊരു പ്രൈം മിനിസ്റ്റർ ഇനി ഇന്ത്യക്ക് കിട്ടുകയില്ല. നമുക്ക് നല്ലതാ. ആര് ജയിച്ചാലും നമ്മൾ ജോലി ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആര് ജയിച്ചാലും നല്ലതാണ്. എന്നാൽ ഈ ഏതെങ്കിലും പാർട്ടി മാറി സാധനത്തിനൊക്കെ വില കുറയുമെന്ന് പ്രതീക്ഷ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല. അല്ല, ഇപ്പോൾ കോൺഗ്രസ് വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര സൗജന്യമാക്കുമെന്നൊക്കെ പറയുന്നത് ആക്കി കൊടുക്കേണ്ട കടമ അവർക്കുള്ളതാണ്. നമ്മൾ അതുമായിട്ട് എന്തോന്നു അതൊക്കെ വിശ്വസിക്കാം. ഇവർ പറയുന്നത് നടപ്പിലാക്കുമോ? അപ്പോൾ അതിപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാം പറയുന്നില്ലേ. നമ്മൾ ജോലി ചെയ്തെങ്കിലേ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളോട് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. ഇന്ന് പെൻഷൻ വേണം, എല്ലാവർക്കും വേണം. ഞങ്ങളുടെ അംഗൻവാടി ശമ്പളം കൂടണം. ശമ്പളം ഒന്നും കിട്ടുന്നില്ല. താമസങ്ങൾ വരിക. നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന സർക്കാർ നിങ്ങൾക്ക് വണ്ടിയിലൊക്കെ ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കാമെന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിങ്ങൾക്ക് പെൻഷൻ കൂട്ടാന്ന് പറഞ്ഞു. അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അറിഞ്ഞൂടാ. നമുക്ക് പെൻഷനൊന്നും ഇല്ലല്ലോ. പെൻഷനൊന്നും ഇല്ല. 2 വർഷം കഴിയുമ്പോൾ നമ്മൾ റിട്ടയർഡ് ആവും. പുതിയ ഭരണം വരണമെന്നുണ്ടോ? ഈ പഴയ ഭരണം മാറി പുതിയ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ ഭരണം മാറി പുതിയൊരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ വോട്ടിനി പഴയ ആൾക്കാർക്ക് ചെന്ന് ചെയ്യുമോ അതോ പുതിയ ആൾക്കാർക്ക് മാറ്റി ചെയ്യുമോ? പഴയ ആൾക്കാരെ ഇപ്പോൾ വേണ്ട. 19 വയസ്സ് തൊട്ട് എനിക്കോട് വോട്ട് ചെയ്ത ഞാൻ എല്ലാവരും മരിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം 84 വയസ്സായി. ഇപ്പം 2 വർഷം കൊണ്ട് വോട്ട് ഇരുന്നില്ല. കഴിക്കാൻ കാര്യം സുഖമില്ല. ഒന്നാമത്തെ കാര്യം ചെവി കേൾക്കാൻ വയ്യ. അപ്പം എനിക്ക് അതിൻ്റെ ഒരു പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ചടയമംഗലത്തു നിന്ന് ഒരു ഓഫീസിൽ നിന്ന് എനിക്ക് ഈ ഹെയർഫോൺ തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞങ്ങളുടെ അണ്ണൻ പോയി വാങ്ങിക്കാൻ പോയി. ചെന്നപ്പം കിട്ടിയത് കാലേ വലിച്ചു കയറ്റി ഇടുന്നതും കൈ കാലിൽ ഇടുന്നതും നടുവിന് ചുറ്റും. കാലിൽ ഓപ്പറേഷൻ പോയാൽ കണ്ണ് ഓപ്പറേഷൻ ചെയ്യും. അതൊക്കെയാ കിട്ടിയത്. ഇത് മാത്രം കിട്ടില്ല. ഹെയർഫോൺ മാത്രം കിട്ടി. നമുക്കത് അതായിരുന്നു ആവശ്യം.